ഗായ്സ് ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം ഇന്ന് കുറച്ച് പരിപാടികളും പാർട്ടികളുമുണ്ട്. അപ്പം ഇപ്പം സ്കൂളിൽ പോവുകയാണ്. സ്കൂളിൽ പോയിട്ട് വന്നാണ് പരിപാടി. അപ്പം സ്കൂളിൽ പോയിട്ട് വരാം. ഒരു കവർ മുട്ടായും എടുത്തു. ഗായ്സ് അങ്ങനെ സ്കൂളിലൊക്കെ പോയിട്ട് വന്നു. ഇനി പാർട്ടിയുണ്ട്. പാർട്ടിക്ക് പൊറോട്ടയും ചിക്കൻ കറിയും ഗ്രീൻ കേക്കും വാങ്ങാനൊക്കെ പോകുകയാണ്. അപ്പം അതുപോലെ വീട്ടിൽ നാറ്റയും കൊടുത്ത് ഞാൻ നേരെ റോഡിലേക്ക് നടന്നു. ബെറോട്ട ചിക്കൻ കറിയും വാങ്ങാനാണ് ആദ്യം ഞാൻ പോകുന്നത്. അങ്ങനെ കടയെത്തി ബെറോട്ട വാങ്ങാൻ അകത്തോട്ട് കയറിയപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്, ബെറോട്ട അടിക്കുന്നതേ ഉള്ളെന്ന്. അങ്ങനെ സമയം എടുക്കുന്നതുകൊണ്ട് ഞാൻ ഒരു പഴംപൊരി വാങ്ങിച്ച് കഴിക്കാനായിട്ട് തുടങ്ങി. പഴംപൊരി കഴിച്ചതിന് ശേഷം ബെറോട്ടയും ചിക്കൻ കറിയൊക്കെ റെഡിയായി. ബെറോട്ടയും ചിക്കൻ കറിയും കൊണ്ടുപോണ വഴിയിൽ ഞാൻ കേക്കും വാങ്ങിച്ചു. കേക്കും വാങ്ങിച്ചുകൊണ്ട് ഞാൻ വീട്ടിലേക്ക് വിട്ടു. അപ്പോഴത്തേക്ക് കൂട്ടുകാരൊക്കെ എത്തി. ഓ എനിക്ക് വയ്യ, ഇതാരിത് കൂടായിപ്പോ തന്നെയല്ലേ ഇങ്ങോട്ട് താടാ. തറ ഇട്ടിട്ട് പോടും. ആ താങ്ക് യു. ഓ കെട്ടിയൊന്നും പിടിക്കണ്ട. കിട്ടിയടേ എന്താണ് വേഗം തപ്പുന്നത്? മുട്ടായി പോയി കണ്ടുപിടിക്കണം. കൊണ്ടുവരുമ്പോ സൂക്ഷിച്ചാൽ കൊണ്ടുവരണം. വഴിയിൽ കേസ് പോയിരിക്കാണ്. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. മതി. താങ്ക് യു. അത് തെറ്റായ നിനക്കെന്താണ് പറയാനുള്ളത്? മൊബൈല് തരാടാ. വേറെ സെൽഫിയാ? നിക്ക് മോന്ത കാണുന്നില്ല. കണ്ണാടിയുടെ വയ്ക്കോ? ഒരക്കണ്ട. ആപ്പിള് കാണുന്നുണ്ട്. ആപ്പിള് അതാ നീ ഐഫോണോ? കണ്ണാടി നോക്കിയാ ചേട്ടാ. ഓക്കെ എടുത്ത് സെൽഫി എടുക്കടാ. എല്ലാരും കുടിക്കി. അവസാനത്തെ കുടിയാ. ഒറ്റ വലിക്ക് അന്തസ്. നീ അവസാനം കുടിച്ചാട്ടാ, നിനക്ക് തോന്നിയതാ. അങ്ങനെ ഞാനും ജ്യൂസ് കുടിച്ചു. ആദിത്യനും അലിയ അരുണും ശ്രീജിത്തും ഒക്കെ വന്നു. അവന്മാര് ഗിഫ്റ്റ് ആയിട്ട് ഡയറി മിൽക്കും തന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോ ഷാഹിനും സൂര്യയും വന്നു. വന്നില്ലടാ. അങ്ങനെ നമ്മൾ എന്തൊക്കെയോ സംസാരിച്ചോണ്ട് ഇങ്ങനെ അങ്ങ് നിന്നു. ഫോട്ടോ ഒക്കെ എടുത്തു തരാം. പിന്നെ അരുൺ ആദിത്യന് ഫോട്ടോ എടുത്തു കൊടുക്കുന്നത് ഞാൻ കണ്ടു. അതിനുശേഷം അലിങ്ങിന് 2 ഫോട്ടോ എടുത്തു കൊടുത്തു. ബീജിയും അരുൺ ഇട്ടോണ്ട് പിന്നെ എളുപ്പമായി. അതിനുശേഷം ശ്രീജിത്തിനും 2 ഫോട്ടോ എടുത്തു കൊടുത്തു. ആരാണ്? എന്താണ്? കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ വൈഷ്ണവും നബീലും വന്നു. ആരാണിത്? വാങ്ങണേ അല്ല തരണേ. എനിക്ക് വയ്യ സ്റ്റിക്കേഴ്സ്. അങ്ങനെ കുറച്ചു നേരം മുകളിൽ പാട്ടും കേട്ടിരുന്നു. അലിയുടെ കുറച്ച് സ്റ്റെപ്സും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഫോട്ടോ എടുത്തോണ്ടിരുന്നപ്പോ നായിഫും ജിബിനും വന്നു. ഹാപ്പി ബർത്ത്ഡേ. സമ്മാനം തന്നില്ല. എന്തരാണോ എന്തോ എന്റെ ഫോട്ടോ എല്ലാം ആണോ എന്തോ. അല്ല എല്ലാവർക്കും ഓരോന്ന് വെച്ചും കൊടുക്കാം. എന്താണ് അഭിപ്രായം? ചാച്ചു കൊണ്ടാണ് നായിഫ് വന്ന് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അബ്ദും വന്നു.
ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. കേക്ക് മുറിക്കാനായിട്ട് കവറൊക്കെ എടുത്ത് മാറ്റുകയാണ്. കാർബോർഡൊക്കെ എടുത്ത് മാറ്റിയതിന് ശേഷം ഉമ്മായും പാപ്പായും വിളിച്ചോണ്ട് വന്ന് കേക്ക് മുറിക്കാനായിട്ട് പോവുകയാണ്. അങ്ങനെ എല്ലാവർക്കും വായിൽ കേക്ക് വെച്ച് കൊടുക്കുകയാണ്. കേക്കെല്ലാം വായിൽ വെച്ച് എല്ലാവർക്കും വായിൽ വെച്ച് കൊടുത്തപ്പോഴാണ് ക്യാമറാമാന് കേക്ക് കൊടുത്തില്ലെന്ന് ഞാൻ അറിയുന്നത്. അലി എന്തൊക്കെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കേക്ക് എല്ലാവർക്കും മുറിച്ചു കൊടുത്തു. എന്നിട്ട് ഞാനും തിന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ക്രീം മുഖത്തും തേച്ച് തന്നു. കൈയും മുഖവും കഴുകിയിട്ട് നൈഫ് തന്ന ഗിഫ്റ്റ് പൊളിക്കാനായിട്ട് തുടങ്ങി. എന്തരാണ് അകത്ത് എന്ന ആകാംക്ഷ എനിക്കുണ്ടായിരുന്നു. എങ്ങനെയൊക്കെയോ വലിച്ചു കീറിയപ്പോൾ 2 ഡയറി മിൽക്ക് അകത്തുണ്ടായിരുന്നു. എന്റെ ഫോട്ടോ വെച്ചിട്ടുള്ള ഒരു ഫ്രെയിമായിരുന്നു അത്. ബർത്ത്ഡേക്ക് ഫ്രെയിം അടിച്ചു തരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്തായാലും സൂപ്പറായിരുന്നു. കരിങ്കാളിയല്ലേ കൊടുങ്ങല്ലൂര് വാരണ പെണ്ണാണ്, ഉടവാളെടുത്തു പുതുനായിക ചുഴിയിൽ നീനാട്, എരിവെട്ടിയ വട്ടമുളകോ പെണ്ണെ നിന്നെ ഓടികുട്ടിയ കാണുള്ളിൽ എന്തിന് ഉള്ളിൽ നെയ്യഴക്. അങ്ങനെ കേക്കൊക്കെ മുറിച്ചതിന് ശേഷം ഡയറി മിൽക്ക് ഓരോന്നായിട്ട് എല്ലാവർക്കും കൊടുത്തു. അവസാനത്തെ പീസ് ക്യാമറമാൻ അരുണിന് കൊടുത്തു. ഞാൻ തന്നെ നീയാ അത് പറയണ്ട. അങ്ങനെ കേക്ക് മുറിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പെറോട്ടയും ചിക്കൻ കറി എല്ലാവർക്കും കൊടുത്തു. എല്ലാവരും അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. കൈ മാറ്റുന്നവരെ ഞാൻ വെച്ചോണ്ടിരിക്കും. എന്നാ നീ തിന്നണ്ട. എങ്ങനെയുണ്ട്? അങ്ങനെ ഞാനും തിന്നാനായിട്ട് തുടങ്ങി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സൂപ്പറായിരുന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ കുറച്ച് കൂട്ടുകാരന്മാരൊക്കെ പോയി. ശരി, ബൈ ബൈ. കയ്യൊക്കെ കാണിച്ച നേരെ ഞാൻ അകത്തേക്കും കയറി. നായിഫ്, അബ്ദു, നബീലും ഷാഹിനൊക്കെ അവിടെ ഇരിപ്പുണ്ടായിരുന്നു.
അകത്തോട്ടാണോ പോണ? അകത്തോട്ടാണോ പോണ? എന്നിട്ട് ജിബിനും ഷാഹിനും നബീലും പോയി. പിന്നെ ഞാനും അബ്ദുൽ നായിഫും ഡാൻസും കളിച്ചു. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ ബൈ.